പഞ്ചാബ് കർഷക നേതാക്കളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടൽ. കർഷക നേതാവ് ജഗ്ജീത് സിംഗ് ധല്ലേവാൾ, സർവാൻ സിംഗ് പന്തർ എന്നിവരെ കസ്റ്റഡിയിലെടുത്ത പോലീസ്. കേന്ദ്ര സർക്കാരുമായി ചർച്ചയിൽ പങ്കെടുത്ത് മടങ്ങവെ മൊഹാലിയിൽ വെച്ചാണ് അറസ്റ്റ്. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് കൂടി ചേരുന്നുണ്ട്. റഷീദ്, എന്താണ് ഈ ചർച്ച കഴിഞ്ഞ് ഒരു അറസ്റ്റിലേക്കൊക്കെ നീളുന്നു? ഇപ്പോൾ ഈ കർഷകരുടെ സമരപ്പന്തൽ അടക്കം പൊളിച്ച ഒരു സാഹചര്യത്തിലേക്കൊക്കെ നീങ്ങിയിട്ടുണ്ട്. എന്താണ് അവിടെ ഉണ്ടായത്? വർഷ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം നടത്തുന്ന കർഷകർക്ക് നേരെയാണ് പോലീസിന്റെ അതിക്രമം ഉണ്ടായിരിക്കുന്നത്. അതായത് ശംഭു അതിർത്തിയിൽ കേന്ദ്ര സർക്കാരുമായുള്ള ചർച്ചകൾക്കായി ഛത്തീസ്ഗഡിൽ എത്തിയിട്ടുള്ള ഇത്തരത്തിൽ ഈ ഛത്തീസ്ഗഡിൽ എത്തിയിട്ടുള്ള കേന്ദ്രമന്ത്രിമാരെ കണ്ടതിന് ശേഷം ഉള്ള ശേഷമാണ് ഇത്തരത്തിലൊരു നടപടി കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ സമരം ചെയ്യുന്ന കർഷക നേതാക്കന്മാരായിട്ടുള്ള ജഗ്ജീത് സിംഗ് ധല്ലേവാൾ, അതോടൊപ്പം സർവാൻ സിംഗ് പാത്തർ തുടങ്ങിയവരെയാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. അതോടൊപ്പം കർഷകരുടെ താൽക്കാലികമായി കെട്ടിയിട്ടുള്ള സമരപ്പന്തലുകളും സ്റ്റേജുകളും ഒക്കെ തന്നെയും പോലീസ് പൊളിച്ചു നീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിന് പിന്നാലെ സമരം ചെയ്യുന്ന കർഷകരും പോലീസും തമ്മിൽ ചെറിയ രീതിയിലുള്ള വാക്കുതർക്കം ഉണ്ടാവുകയും ഈ സമരം ചെയ്യുന്ന കർഷകരെയൊക്കെ തന്നെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ കേന്ദ്ര സർക്കാരുമായുള്ള നിരവധി തവണകളായി ഈ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിരുന്നു. ഈ ചർച്ചകളൊക്കെ തന്നെയും പരാജയപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ 6ാം ഘട്ടമായിട്ടുള്ള ചർച്ചയും ഇന്ന് വൈകുന്നേരത്തോടുകൂടി നടന്നത്. ഈ ചർച്ചയും പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ വരും ദിവസങ്ങളിൽ ഈ പഞ്ചാബ് ഹരിയാന അതിർത്തിയായിട്ടുള്ള ശംഭു, അതോടൊപ്പം ഘനൗരി മേഖലകളിലൊക്കെ തന്നെയും സമരം ചെയ്യുന്ന കർഷകർ വരും ദിവസങ്ങളിൽ ദില്ലിയിലേക്ക് സമരം ചെയ്യുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഇത് തടയുന്നതിന്റെ ഒരു ഭാഗമായി തന്നെയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായിരിക്കുന്നത്. അതേസമയം മാസങ്ങളോളമായി ഈ കർഷക സമരത്തെ തുടർന്ന് അടഞ്ഞു കിടക്കുന്ന ശംഭു ഘനൗരി അതിർത്തികൾ തുറന്നു കൊടുക്കുന്നതിന്റെ ഒരു ആവശ്യകതയുണ്ട്. ഈ ആവശ്യകത കൂടി കണക്കിലെടുത്താണ് ഇത്തരത്തിൽ സമരം ചെയ്യുന്ന നേതാക്കളെയും അതോടൊപ്പം മറ്റു കർഷകരെയും അറസ്റ്റ് ചെയ്തുന്ന ഒരു നടപടിയിലേക്ക് കടന്നത് എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ കർഷകരുമായിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ ചർച്ചകളൊക്കെ തന്നെയും നിരന്തരം പരാജയപ്പെടുകയും അതേസമയം ഈ കർഷകരെ വലിയ രീതിയിൽ ദ്രോഹം ചെയ്യുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ശരി റഷീദ്, അങ്ങനെ 6ാം ഘട്ട ചർച്ചയും പരാജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വിവരങ്ങളാണ് അബ്ദുൾ റഷീദ് നൽകിയത്.